ശബരിമല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും പ്രാധാന്യം സ്ത്രീകൾക്കാണ്. ചോറ്റാനിക്കര മകത്തിന് ആർക്കാ പ്രാധാന്യം? പുരുഷന്മാർക്കാണ്. പന്തളത്തൊരു പരിപാടി 10,000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 10 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് കരുതുക. അതായിരുന്നു അവിടെ സംഭവിച്ചത്. കുംഭമേളകൾക്ക് ആധികാരികത്വം ഭാരതത്തിൽ അഘാടകൾക്കാണ്. ആ നിളയെ പൂജിച്ചുകൊണ്ട് ദീപങ്ങൾ ഒഴുക്കിയും ഒക്കെ ആയിട്ട് ചെയ്ത ഒരു സംഭവം. കളരിക്കൊരു റിച്വൽ ഉണ്ട്, സിസ്റ്റമാറ്റിക്കുള്ള ശാസ്ത്രീയമായ. അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടെ ഇതേപോലൊരു സ്ഥലം കളരി ലക്ഷ്യമുള്ളത് നാഗേക്ഷിയാണ്. ഹിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെയോ ഏതു വിഷയത്തിനും ഒരാഹ്വാനവും കൂടാതെ ലക്ഷോപലക്ഷം ആൾക്കാർ വന്നു ചേരുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. ഒരു ത്രയാശരി സിസ്റ്റമാണ്. കേരള കുംഭമേള, കേരള കുംഭമേളയല്ല, മഹാമാഘ മഹോത്സവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ കുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ ഒരാഘോഷം നടത്തിയത് ഇപ്പോൾ സാറും അറിഞ്ഞു, നമ്മൾ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒത്തിരി എന്താ പറയുക, ഒരു ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. പല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. സാറിന് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഏറ്റവും കൂടുതലായി ഇതിനെ കുംഭമേള, കേരള കുംഭമേള, കുംഭമേള കുംഭമേള ഇങ്ങനെയാണ് നമ്മൾ കേട്ടിരുന്നത്. മാഘ മഹോത്സവമെന്നോ, മാഘം ഒരു മാസമാണ്, മാഘമാസമാണിപ്പോൾ. ശരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അരണി കടയുക എന്ന് കേട്ടിട്ടുണ്ടോ? ആ യാഗങ്ങൾക്കൊക്കെ അഗ്നി ഉണ്ടാക്കുന്നത് അരണി കടഞ്ഞാണ്. ഇച്ചിരി ആയാസമുള്ള പ്രവൃത്തിയാണ്. അരണി കടഞ്ഞുണ്ടാക്കുന്ന അഗ്നിയിൽ കൂടെയാണ് യാഗാഗ്നി ഉണ്ടാക്കുന്നതും. ആ യാഗാഗ്നി യജമാനൻ കിടാവിളക്കായി സ്വന്തം തറവാട്ടിലും അയാളുടെ അന്ത്യേഷ്ടി യാഗത്തിന് ആ അഗ്നി തന്നെയാണ് അടയ്ക്കുന്നത്. അങ്ങനെയൊക്കെ അതിനൊരു സിസ്റ്റമുണ്ട്. അപ്പം ഞാനിപ്പോൾ അരണി കടഞ്ഞ അഗ്നിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അരണി 2016 മുതലാണെന്ന് തോന്നുന്നു ഈ തവനൂര് ഇപ്പുറത്തെ കരയിൽ ഒരു കൂട്ടം ആൾക്കാർ അവിടുത്തെ മാതാമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെടുകയും അവിടുത്തെ ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത സ്വാമിനി അമ്മയുടെ സങ്കല്പത്തോടു കൂടി, അമ്മയുടെ നിർദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മൾ കണ്ട ഈ വലിയ പബ്ലിസിറ്റി കിട്ടിയ മഹാമാഘം. അത് ആ മകം ദിനത്തിൽ, മാഘമാസത്തിലെ മകം ദിനത്തിൽ അവർ അവിടെ ആരതി എന്നൊരു ഇന്ന് കാണിക്കുന്ന പോലെ ഇപ്പൊ ഗംഗാ ആരതിക്ക് സമമായി ഇവിടെ കൊണ്ടുവന്ന് ഗംഗാ ആരതി നടന്നു. അത്തരമല്ലാതെ ഈ നിളയെ പൂജിച്ചുകൊണ്ട് ദീപങ്ങൾ ഒഴുക്കിയും ഒക്കെ ആയിട്ട് ചെയ്ത ഒരു സംഭവം. അത് ആ ഭൂപ്രദേശത്തിൻ്റെ ചരിത്രപരവും ഐതിഹ്യപരവുമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ നിലനിർത്തി, എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു ദിനേശ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണെന്ന് തോന്നുന്നു അതിനെ കൂടുതൽ എനിക്ക് കേട്ട് കഴിവുള്ള അദ്ദേഹമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അദ്ദേഹമായിരുന്നു തോന്നുന്നു അതിൻ്റെ ഒരു റിസർച്ച് ചെയ്ത് ആ ഒരു പദ്ധതിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ അമ്മ വലിയ ഒരു സങ്കല്പം കൊടുത്തു, മാതാമൃതാനന്ദമയി ദേവി. അമ്മ കൊടുത്ത ആ സങ്കല്പത്തിൽ അത് കഴിഞ്ഞ വർഷം വരെയും നടന്നുകൊണ്ടേയിരുന്നു. അത് സാധാരണ രീതിയിൽ ഇത് മുൻപ് നടക്കുന്നുണ്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പൊതുവിൽ നമുക്കറിയാം ഇങ്ങനെ വലിയൊരു വെടിക്കെട്ടിന് നമ്മൾ സാധാരണ എല്ലാ കതിന അങ്ങനെയൊക്കെ ഉള്ളത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കല്ലേ. നമ്മൾ ഉത്തരാളി വെടിക്കെട്ടൊക്കെ കാണത്തില്ലേ, പല പല വെടിക്കെട്ടുകൾ ഫേമസ്. അങ്ങനെ ഒരു വലിയ വെടിക്കെട്ട് ഒരു വലിയ വയൽ നിറയെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ അരണി കടഞ്ഞു വെച്ചിരിക്കുന്ന അഗ്നി ഒരു ശകലം എടുത്ത് ഒരാളങ്ങോട്ട് കൊണ്ടുവന്ന് കത്തിച്ചാൽ ഇതങ്ങ് പൊട്ടും. ഇത് പൊട്ടാൻ കാരണം എന്താ? ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ഹിന്ദു സമൂഹവും സനാതന ധർമ്മവിശ്വാസികളും പല രീതിയിൽ അസ്വസ്ഥരാണ്. ഇത് അത്തരത്തിലൊരു സംഭവം കുറേ ആൾക്കാർ വരുന്നു. അവർക്ക് ആദ്യം
ഇതിനകത്തെ ഈ കുംഭമേള പ്രയാഗ്രാജ് നടന്നതുകൊണ്ട് അവരുടെ വിചാരം അവിടുന്ന് ഈ പറഞ്ഞ പോലെ അഘോരികളും നാഗസന്യാസിമാരും ഒക്കെ വന്ന് അതുപോലൊക്കെയാണെന്ന് വിചാരിച്ച് അത്ഭുതപ്പെട്ടവർ. അപ്പം മുതൽ ഇതിനൊരു ആവേശമാകുന്നു. അതിനായിട്ട് ഗവൺമെന്റിന്റെ തരത്തിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പൊ വീണ്ടും ഇതിന് ആവേശമാകുന്നു. അപ്പൊ സാഹചര്യങ്ങൾ അതിനനുകൂലമാകുന്നു എല്ലാം കൊണ്ടും. എപ്പോഴും എതിർപ്പുള്ളപ്പോഴാണല്ലോ. പിന്നെ ഒരു ആഹ്വാനവുമില്ലാതെ കേരളത്തിൽ നടക്കുന്ന ഹിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെയോ ഏതു വിഷയത്തിനും ഒരാഹ്വാനവും കൂടാതെ ലക്ഷോപലക്ഷം ആൾക്കാർ വന്നു ചേരുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. ഒരു ത്രയാശരി സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന സേവാഭാരതി പോലുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇതാരും ആഹ്വാനമൊന്നും ചെയ്യേണ്ട. ഇവിടെ ഇങ്ങനെയുണ്ട്. ഇപ്പം ശബരിമല അവിടെ അയ്യപ്പ സംഗമം നടന്നു. അത് കഴിഞ്ഞിട്ട് പന്തളത്തൊരു പരിപാടി, 10,000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 10 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് കരുതുക. അതായിരുന്നു അവിടെ സംഭവിച്ചത്. ഇവിടെയും സംഭവിച്ചത് അല്ല, പറയാം. അതാണ് ഇവിടുത്തെ ആഹ്വാനങ്ങളൊന്നുമില്ലാതെ തന്നെ വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ഹിന്ദുക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ. അപ്പം അത്തരത്തിൽ നോക്കുമ്പം ഇത്തരം ഒരു സംഭവത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു തീയെടുത്ത് കത്തിച്ചാൽ മതി, അതങ്ങ് പൊട്ടിക്കോളും. അങ്ങനെ അത് നല്ല രീതിയിൽ ഒരു ക്രൗഡ് വന്നു. അവർക്കൊക്കെ ഒരു നല്ല സന്തോഷത്തെ കിട്ടി. ഇത് കുറേ പേരിങ്ങനെ വരുന്നു, അവിടെ ഗംഗാ ആരതി പോലുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണുന്നു, നിളാരതി. അത് കണ്ടിട്ട് കുറേ പേർ കൗതുകത്തോടെ നിൽക്കുന്നു. പിന്നെ എന്തൊക്കെയോ അവിടെയൊക്കെ നടക്കുന്നു. പിന്നെ അത്ഭുതകരമായിട്ട് അവിടെ ദേവതകളെയൊക്കെ നേരിട്ട് വരുത്തിയ വലിയ സിദ്ധന്മാരൊക്കെ വന്നു. യക്ഷിയെ കൊണ്ടുവന്നു, വേറെ ആരണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് അപമാനം എന്താന്ന് വെച്ചാൽ കളരിയുടെ പേര് പറഞ്ഞു. അവിടെയാണ് നമുക്കതിനകത്ത് പറയാൻ പറ്റുന്ന 2 കാര്യം. കളരി സങ്കല്പത്തില് യക്ഷി സങ്കല്പം ഇല്ല. കളരിയിൽ യക്ഷിയുള്ളത് നാഗയക്ഷിയാണ്. അവിടെ ലോകയക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും രസം കളരി പൂജയിൽ ഭുവനേശ്വരി സങ്കല്പമാണ്. എന്താണ് ഭുവനേശ്വരി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഭുവനേശ്വരി സങ്കല്പമൊക്കെ. ഓരോരോ കർമ്മങ്ങൾക്കും ഓരോരോ സങ്കല്പങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ദേവതകളാണ് ശാക്തേയത്തിൽ തന്നെ. അപ്പൊ കളരിക്കും യോദ്ധാവിനും ഒക്കെ അവൻ്റെ വീരത്വവും അവൻ്റെ മുഴുവൻ ക്ഷാത്രവീര്യങ്ങളെയും അല്ലെങ്കിൽ അവൻ്റെ ഫുൾ കോൺഫിഡൻസിനെയും കൊടുക്കുന്നത് ഉഗ്രരൂപിണികളായിട്ടുള്ള ദേവതകളാണ്. ഭദ്രകാളി അല്ലെങ്കിൽ ഖലൂരിക ഇങ്ങനെ പറയുന്ന പല പല ഭാവനകളിൽ കാണുന്ന ദേവതകളാണ്. ഈ ദേവതകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ യക്ഷി വന്നു, പിന്നെ വേറെ എന്തൊക്കെയോ ഒരു പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിനെ കളരിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. നാളെ ഒരു തലമുറ ഇവിടെ ഒരു കളറി റിച്വൽസ് ഉണ്ട് ഓൾറെഡി. ഇവിടെ കളരിക്കൊരു റിച്വൽ ഉണ്ട്, സിസ്റ്റമാറ്റിക്കുള്ള ശാസ്ത്രീയമായ. അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടെ ഇതേപോലൊരു സ്ഥലത്ത്, അതും ഇത്രയും ക്രൗഡൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണെന്ന് ധരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരല്ലേ വരുന്നത്. അവർ വന്ന് കാണുമ്പോൾ അല്ല ഈ മീഡിയയിലെല്ലാം ഈ സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കും. അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് അവർക്ക് കാണിക്കാൻ പലതും. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കർമ്മം നടന്ന ആ സ്ഥലത്ത് ശിവരാത്രിക്ക് മുമ്പോ ഒരു സുഹൃത ഹോമവും ഇതുവരെ ഈ കൊണ്ടുവന്ന ഇവരൊക്കെ എന്തായാലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മുമ്പേ കുട്ടികൾ കളിച്ചാലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചതുപോലെ ഈ പിള്ളേരുടെ കളിക്കകത്തും ഉണ്ടായി കാണും എന്തെങ്കിലുമൊക്കെ ഈ കാണിച്ച കളികളിൽ. അത്തരം വിരുദ്ധങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞതായിട്ടുള്ള എനർജികൾ ആ നിളയുടെ തീരത്തുണ്ട്. അത് മാറ്റണം എന്നാണോ സാർ പറയുന്നത്? തീർച്ചയായിട്ടും അതിനെയൊക്കെ ആവാഹിച്ച് ബലിയെ കൊടുത്ത് ഉച്ചാടിച്ച് ആ സ്ഥലത്തൊരു സുഹൃത ഹോമം കൂടെ ചെയ്യണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. നിളായുടെ തീരം എന്നാലേ ആ പ്രകൃതി ബാലൻസ് ആകൂ എന്ന് ഞാൻ പറയും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ നമ്മളും പലതും ചിന്തിച്ച് തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. കർമ്മങ്ങളായാലും എന്തുമായാലും തീർച്ചയായിട്ടും അതുകൂടെ ചെയ്യണം അവർ, ഇത്രയും ചെയ്തവർ. കാരണം വിവിധ തലത്തിലുള്ള സാധനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്, എനർജികളാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ആ എനർജികളിൽ പലതിൻ്റെയും കലകൾ അവിടെ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും.
ആ. വിരുദ്ധാചാര പദ്ധതികൾ വരും. ഉം. ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഇതിനകത്തൊന്നും സയൻസ് പറയരുത്. സയൻസ് പറയുവാണെങ്കിൽ എന്നാൽ ഞാൻ പറയുന്നു ഇങ്ങനെ വിവിധങ്ങളായ എനർജികളുടെ പ്രശ്നമുണ്ട്. അതിനെ തരം തിരിച്ച് ഓരോ രീതിയിലും ആവാഹിച്ച് ബലിയെ കൊടുക്കേണ്ടതിന് ബലിയെ കൊടുക്കണം, ഉച്ചാടി സൂക്ഷ്മമണ്ഡലത്തിൽ എവിടാന്ന് വെച്ചാൽ അവിടേക്ക് അതിനെ അയക്കുകയും പിന്നീട് അവിടെ പിതൃക്കളുടേതായ ഒരുപാട് കർമ്മങ്ങൾ നടന്നു. കാരണം അവിടെ വീരമൃത്യു ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു സുഹൃതഹോമം കൂടി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഈ കുംഭമേളയോടുകൂടി സമാനപ്പെടുത്തിയാണ് ഈ മഹാമാഘ മഹോത്സവത്തിന് എല്ലാവരും പറയുന്നത്. യഥാർത്ഥത്തിൽ കുംഭമേള എന്താണെന്ന് അറിയാത്തവരും കുംഭമേളയെ വെറുതെ അത് കുളിക്കാത്ത കുറച്ച് സന്യാസിമാർ വന്ന് കുളിക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നവർ പോലും ഉണ്ട്. എന്താണ് കുംഭമേള എന്നുകൂടി ഒന്ന് പറയാമോ? കുംഭമേളകൾക്ക് ആധികാരികത്വം ഭാരതത്തിൽ അഖാഡകൾക്കാണ്. അഖാഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇപ്പോൾ പറയുന്ന കളരികളാണ്. അവരൊരു കയ്യിൽ ആയുധവും ഒരു കയ്യിൽ അവരുടെ കയ്യിലുള്ള ജ്ഞാനമ്മ ശാസ്ത്രങ്ങൾ ഇതൊക്കെയാണ്. കേരളത്തിൽ കളരിയിൽ എന്തൊക്കെയാണോ അതേപോലെ അവർക്ക് ആയോധനങ്ങളുമുണ്ട്. അവരൊരു സൈന്യം തന്നെയാണ്. അപ്പോൾ നിരവധി അഖാഡ 10 13 അഖാഡകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അഖാഡകൾ ഇപ്പോൾ ജൂന അഖാഡ, നിരഞ്ജനി അഖാഡ, ഇങ്ങനെ വരുന്ന കുറേ അഖാഡകളുണ്ട്. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് കിന്നർ അഖാഡ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം അഖാഡകളിൽ അവർ ഈ കാലഘട്ടത്തിൽ, അതായത് ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ മാഘമാസ കാലഘട്ടത്തിൽ പല തിഥികളുടെ മൗനി അമാവാസി ഇങ്ങനെയൊക്കെ വരുന്ന പല പല തിഥികളുടെ പ്രത്യേകതകളനുസരിച്ച് അവരുടെ ഉപാസനാക്രമങ്ങളിൽ അവർക്ക് ആ സമയത്ത് ഗംഗയിൽ കൂടെ ഒഴുകുന്ന ജലം അമൃതത്തിന് സമമാണ്. അവിടെ അവർ സ്നാനം ചെയ്യുകയും അവരുടെ ഉപാസനകളുടെ പവറുകൾ കൂട്ടുകയൊക്കെ ചെയ്യുന്നൊരു വലിയ സിസ്റ്റമാണ്. അത് അവിടെ നടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ആ സ്നാനഘട്ടിൽ പോയിട്ട് സ്നാനം ചെയ്തിട്ട് ആ പുണ്യം സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ അത്രയും കാലഘട്ടത്തിൽ ആ തീരത്ത് തന്നെയാണ്. അല്ലാതെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. ഒരു ഉള്ളിലാണ് കൂടുതലും പല പർച്ചേസ് ആഘോരികൾ അല്ലെങ്കിൽ നാഗ ഇവരൊക്കെ പലരും നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്നവരല്ലല്ലോ. പക്ഷെ ഈ കാലഘട്ടം മൊത്തം അവരവിടെ തന്നെയാണ് താമസം. അപ്പോൾ അവരുടെ ജീവിതം അവരെ കൂടുതൽ കാണാനും അല്ലെങ്കിൽ അവരുടെ ശൈലികളെ മനസ്സിലാക്കാനും പല പല ഭൗതികപരമായ കലാപരമായ പരിപാടികളും എല്ലാം നടക്കുന്ന ഒരു വലിയ സ്ഥലമാണ് കുംഭമേള. അത് 4 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കറങ്ങി ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യങ്ങളുണ്ട്. അതിനൊക്കെ ഓരോ സിസ്റ്റമുണ്ട്. ആ നടക്കുന്ന സംഭവം ഇതുമായിട്ട് നമുക്കൊരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ ആൾക്കാർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ആവേശമുണ്ട്. കുംഭമേളയ്ക്ക് യഥാർത്ഥ പ്രയാഗ്രാജ് കുംഭമേള ഇപ്പം മഹാകുംഭമേളയ്ക്ക് പോകാത്തവർ ശരിക്കും മേളയൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളൂ. കുംഭ് അത് അത്രേ ഉള്ളൂ. മനസ്സിലായോ? അവര് പറയുന്നത് മഹാകുംഭ എന്നാ, മേളയൊന്നും പറയാറില്ല. അപ്പൊ മഹാകുംഭമേളയുണ്ട് ഇതൊക്കെ നമ്മളുടെ ഈ മേളയൊക്കെ നമ്മുടേതാണ്. കുംഭ് ഇങ്ങനെയൊക്കെ അതിനെ പറയാറ് അവരുടെ രീതിയിൽ. അപ്പൊ ഇത് ശരിക്കും മേള പോലെ. നിത്യേന ആരതി കാണുന്നത് കാശിയിലാണ്. ഗംഗ ആരതി ഞാനൊക്കെ കണ്ടിട്ടുള്ളത് കാശിയിലാണ്. ഘട്ടുകൾ ഓരോന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ കൂടിരുന്ന് കാണും, ചിലപ്പോൾ നമ്മൾ വള്ളത്തെ പോയിട്ട് നദിയിൽ തന്നെ ഇരുന്നുകൊണ്ട് കാണും. അങ്ങനെ അതിൻ്റെ പല നല്ല അനുഭവങ്ങളൊക്കെ നമുക്കും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പം ഈ കുംഭമേളയിൽ ഇപ്പം നിലയിൽ ആരതി അതൊരു സിസ്റ്റത്തിലൊരു ഡെമോൺസ്ട്രേഷൻ പ്രദർശനം മാത്രമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ അഘോരികൾ ഇപ്പോൾ ഈ നിളാതീരത്ത് നടന്ന ഈ ഒരു ഉത്സവത്തിൽ ഒരു അഘോരി വന്നായിരുന്നു. അറിഞ്ഞില്ല. അതിൻ്റെ റീൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഘോരി അവിടെ ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടൊരു റീലായിരുന്നു. അഘോരികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പേടിയാണ്. എന്തിനാ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പേടിക്കേണ്ടവരാണോ അവരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ അവരുടെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ വരുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവര് പെൺകുട്ടിയെ കൊണ്ട് നാഗസന്യാസിയായിരുന്നു. സോറി, പക്ഷെ അവരെ ഈ വീഡിയോയില് അഘോരി എന്നായിരുന്നു പറഞ്ഞിരുന്നത്.
നാഗസന്യാസിമാരാണ്. നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാനുള്ളതില്ല. ഘോരികൾ അങ്ങനെ യാത്ര ചെയ്ത് വരാറില്ല എന്നാണ്. പിന്നെ അവർ വന്നാൽ അവർക്ക് അവരുടെ നിഷ്ഠകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ കിടന്നുറങ്ങാറില്ല, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഈ ഒരു രീതിയിലുള്ള വ്യക്തി വന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത് കണ്ടു. നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തിലെ ശാന്തി ആയിക്കോട്ടെ ഇതായാലും പെൺകുട്ടികൾക്ക് അത്രയും ഒരു ഇത് കൊടുക്കുന്നതായി കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അതിന് പിന്നിൽ നമ്മുടെ ഇവിടെയും എന്തെങ്കിലും ഇല്ലാന്നൊന്നും ഉണ്ടാവോ? പറയണ്ട. ഇപ്പൊ നമ്മൾ ശബരിമല ഇപ്പോൾ മാല ഇട്ടെന്ന് വെച്ചു, എല്ലാവരെയും നമ്മൾ സ്വാമിയായിട്ടല്ലേ കാണുന്നത്. നമ്മൾ ആ സ്വാമിയെ ഇപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ ശബരിമല മാല ഇട്ടിട്ട് എന്നെ വന്ന് കാലിൽ തൊട്ടുകൊടുത്തു, ശബരിമലയ്ക്ക് പോകാന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെയും കാലിൽ സ്വാമിയായിട്ട് സങ്കല്പിച്ച് തൊട്ടുകൊടുത്തു. അല്ല, ഇത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവര് പെൺകുട്ടികൾക്കാണ് തിരിച്ച് എന്നിട്ട് ദക്ഷിണയും കൊടുക്കുന്നു. ആ ആ സ്വാമി അത് നമ്മുടെ ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള സംഭവം. അത് നമ്മൾ കാണാത്ത നമ്മുടെ ഇവിടെ കുറവുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ അതൊരു കുറവല്ലേ എന്നാ ഉദ്ദേശിച്ചത്. അതൊരു ഇപ്പം ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷമാണ് തോന്നിയത്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ പാടില്ല, പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ അയാളുടെ അഭിപ്രായം? പോണമെന്നാണോ? എന്ത് പീരീഡ്സ് ആയ അമ്പലത്തിൽ പോകരുത്, അത് ഞാൻ പോണം എന്നല്ല പറയുന്നേ. നമുക്കിവിടെ ആണുങ്ങൾക്കാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നേരെ മറിച്ച് ഇങ്ങനൊരു സന്യാസി, അത് ഇത്രയും വിചിത്ര രൂപത്തിൽ വന്നൊരു വ്യക്തി, ഒരു ഒത്തിരി നടക്കുന്ന ക്ഷേത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും പ്രാധാന്യം സ്ത്രീകൾക്കാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആർക്കാണ് പ്രാധാന്യം? ചോറ്റാനിക്കര മകത്തിന് ആർക്കാ പ്രാധാന്യം? പുരുഷന്മാർക്കാണോ? ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ആരാ? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ചോറ്റാനിക്കര മകം തൊഴാൻ സ്ത്രീകള്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ മലയ്ക്ക് പോവാൻ മാല ഇടുന്ന കാര്യം സാറ് പറഞ്ഞു. മലയ്ക്ക് പോവാൻ മാല ഇട്ടു. അപ്പോഴും അവിടെ വരുന്ന അവർക്ക് നമ്മൾ ദക്ഷിണ കൊടുത്തിട്ട് മലയ്ക്ക് പോവാൻ മാല ഇട്ടേക്കുന്ന ഒരു പെൺകുട്ടി ആണെങ്കിൽ ആ പെൺകുട്ടി അവരുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ നേരെ മറിച്ച് ഞാൻ ആദ്യമായിട്ടാണ്, ചിലപ്പോ നമ്മളെപ്പോലെ അത്രയും വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഒരു സന്യാസി രൂപത്തിൽ നമ്മൾ കണ്ടാൽ പോലും പേടി തോന്നുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തി പെൺകുട്ടിയിൽ നിന്ന് അനുഗ്രഹം എനിക്ക് ആ വ്യക്തിയോട് ശരിക്കും ഒരു ബഹുമാനമാണ് തോന്നിയത്. ഇവിടെ ഞാനത് കണ്ടിട്ടില്ല. എനിക്കൊരു നല്ല കാര്യമായിട്ടാ തോന്നിയത്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഞാൻ ചോദിച്ചത് ശരി തന്നെയല്ലേ? ഞാൻ ഉദ്ദേശിച്ച ചോദ്യം അതാണ്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞു പെൺകുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പെൺകുട്ടികൾ മലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിയുമ്പോൾ അവർക്ക് അത്രയും ഒരു പ്രാധാന്യം കേരളത്തിൽ കൊടുത്തു കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ 10 വയസ്സിന് മുൻപ് അവരെ മലയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറയാറേ ഉള്ളൂ. ശബരിമല പോയിട്ടുണ്ടോ? ശബരിമലയിൽ പോയിട്ടുണ്ട്. ശബരിമലയിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നാട്ടിൻ പ്രദേശങ്ങളിൽ എനിക്ക് പെൺകുട്ടിയാണ് 10 വയസ്സിൽ തികയുന്നതിന് മുൻപ് മലയ്ക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ പെൺകുട്ടികൾ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയൊരു ആഘോഷമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അത് ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് പലരും അത്രയും പ്രാധാന്യം കൊടുത്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഈ ചില സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണെന്ന് പലരും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ അതങ്ങനെ നടന്നോളും എന്നൊരു രീതിയിൽ ഇട്ടേക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഇങ്ങനെ കണ്ടപ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നി എന്നുള്ളത്.